ജമ്മു കാശ്മീരിലെ ഡോഡയിൽ ഭീകരാക്രമണം നടത്തിയ 4 ഭീകരരുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു. വിവരം കൈമാറുന്നവർക്ക് 5 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. ഡോഡയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. പറയൂ നിതിൻ, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഫ്രം ജമ്മു കാശ്മീർ. ഇന്നലെ രാത്രി 7:40 ഡോഡ ജില്ലയിലെ ബലീസ ഗ്രാമത്തിൽ പോലീസിന്റെ പോസ്റ്റിന് നേരെ ഭീകരർ വെടിയുതിർത്തത്. പിന്നാലെ സുരക്ഷാ സേന തിരിച്ചടിക്കുകയായിരുന്നു. ഇപ്പോഴും മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം ശക്തമാക്കി തന്നെയാണ് ഇപ്പോൾ മേഖലയിൽ നടത്തുന്നത്. കാരണം ഭീകരരുടെ സാന്നിധ്യം പലയിടങ്ങളിൽ ഉണ്ടെന്നാണ് സുരക്ഷാ സേനയുടെ കണക്കുകൂട്ടൽ. ഇത് പ്രകാരമുള്ള നിരീക്ഷണവും തിരച്ചിലും ശക്തമാക്കുന്നുണ്ട്. ഇതിനിടയിൽ ഡോഡയിലെ ബലീസ ഗ്രാമത്തിൽ ഇപ്പോൾ ഏറ്റുമുട്ടൽ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. ഏതായാലും ഈ ആക്രമണത്തിൽ പിന്നിലെന്ന് സംശയിക്കുന്ന 4 ഭീകരരുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇവരുടെ വിശദാംശങ്ങൾ അറിയിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി ഡോഡ കൂടാതെ കത്വ, അതോടൊപ്പം തന്നെ റിയാസി അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഭീകരരുടെ ആക്രമണം ഉണ്ടായിരുന്നു. അതിനുശേഷം ശക്തമായ തിരിച്ചടിച്ചുകൊണ്ട് സൈന്യവും രംഗത്തുണ്ട്. പലയിടങ്ങളിലായി ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഇടങ്ങളിൽ ഹെലികോപ്റ്റർ നിരീക്ഷണവും അതോടൊപ്പം തന്നെ ഡ്രോൺ നിരീക്ഷണവും ശക്തമാക്കി തന്നെയാണ് സുരക്ഷാ സേന രംഗത്തുണ്ടായിരുന്നത്. ശക്തമായ ഭീകരവിരുദ്ധ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ സേന വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ബലീസ ഗ്രാമത്തിലെ ഏറ്റുമുട്ടൽ ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ ഒരു ഭീകരരുടെ ആക്രമണത്തിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പരിക്കേറ്റ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ആരോഗ്യനിലയിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ശക്തമായ നടപടി മുന്നോട്ട് പോകുമെന്നാണ് സംയുക്ത സേന വ്യക്തമാക്കിയിരുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു തിരച്ചിലും അതോടൊപ്പം തന്നെ ഏറ്റുമുട്ടലും ഇപ്പോൾ ബലീസയിൽ നടക്കുന്നുണ്ട്. ദോഡയിൽ ഇന്നലെയും അതിന്റെ തലേ ദിവസവും സമാനമായി തന്നെ ഭീകരരുടെ ആക്രമണം ഉണ്ടായിരുന്നു. മറ്റൊന്ന് കത്വയിലും റിയാസിലുമായിരുന്നു ആക്രമണം ഉണ്ടായത്. ഏതായാലും ഏറ്റവും ഒടുവിലത്തെ സംഭവത്തിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ സേന വ്യക്തമാക്കിയിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. മല്ലു ഗീക്ക് ചോദിക്കുന്നു, പന്തീരാങ്കാവ് നാടകം എന്തായി? പെൺകുട്ടിയെ കിട്ടിയോ? നമ്മൾ അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് പ്രേക്ഷകരെ അറിയിക്കാം. അജി സോൾമേറ്റ്സ് പറയുന്ന ജീവിതഭാരവും പേറി പ്രവാസി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന സഹോദരങ്ങൾ എല്ലാ സ്വപ്നങ്ങൾക്കും വിട പറഞ്ഞുകൊണ്ട് വേദനയോടെ യാത്ര പറഞ്ഞു എന്നേക്കുമായി ആദരാഞ്ജലികൾ. ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ അവർ മരിച്ച കുടുംബാംഗങ്ങളോട് നമ്മുടെ ആദരാഞ്ജലികൾ രേഖപ്പെടുന്നു.